വിദ്യാർത്ഥികളെ, +1 പബ്ലിക് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രയോജനകരമായിട്ടുള്ള വീഡിയോ ചെയ്യുകയാണ്. ആർക്കെങ്കിലും ഇനി അറബിക് പരീക്ഷയിൽ മാർക്ക് കുറവുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരൂ, കൃത്യമായ രീതിയിൽ പറഞ്ഞു തരും. ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാനുള്ള ക്ലാസ്സുകളാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അറബിയിൽ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് അൽ ഖുർആനുൽ കരീം, ഖുർആനെ കുറിച്ച് 2 സെൻറ്റൻസ് എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഖുർആനിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെ, ഖുർആനിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്, അതാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. 1 വേർഡിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഖുർആൻ്റെ മറ്റു പേരുകൾ. അൽ ഫുർഖാൻ, വദ്ദിഖർ, വത്തൻസീൽ, വൽ മുസ്ഹഫ്. എന്തൊക്കെയാണ് പേരുകൾ? എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകട്ടെ. അൽ ഫുർഖാൻ, വദ്ദിഖർ, വത്തൻസീൽ, വൽ മുസ്ഹഫ്, വൽ കിതാബ്. നോക്കാം, ഖുർആനെ കുറിച്ച് നോക്കാം. അൽ ഖുർആൻ കലാമുല്ലാഹിൽ മുനസ്സൽ അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിക്ക് അവതരിക്കപ്പെട്ട, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ മേൽ ഇറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ വചനമാണ് ഖുർആൻ. തിലാവത്തുഹു ഇബാദ, അത് പാരായണം ചെയ്യൽ ഇബാദത്താണ്, ആരാധനയാണ്. വൽ ഖുർആൻ യസ്മാ ഉൻ കസീറത്തുൻ, ഖുർആനിക്ക് ധാരാളം പേരുകളുണ്ട്. ഒമിനഹാദിൽപ്പെട്ടതാണ് അൽ ഫുർഖാൻ, വദ്ദിഖർ, തൻസീൽ, വൽ മുസ്ഹഫ്, വൽ കിതാബ്. ഖുർആനിൽ എത്ര സൂറത്താണുള്ളത്? ഫിൽ ഖുർആൻ, ഖുർആനിലുണ്ട് എത്ര സൂറത്ത്? 114. ഓക്കെ, എത്ര ആയത്താണുള്ളത്? 6236 ആയത്തുണ്ട്. അതിൽ 86 ഒംനഹ, അതിൽ 86 മക്കിയാണ്, മദനിയ 38. പക്ഷേ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് വജമഅ അബൂബക്കർ റളിയല്ലാഹു അൽ ഖുർആൻ, ഖുർആനിനെ ക്രോഡീകരിച്ചത് ആരാണ്? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു. വനസഖഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഫി മസാഹിഫ വറസലഹ ഇലൽ ബിലാദിൽ മുഖ്തലിഫ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് അതിൻ്റെ കോപ്പികളെടുത്ത് വ്യത്യസ്തമായിട്ടുള്ള നാടുകളിലേക്ക് അയച്ചത്. ഓക്കെ, ഖുർആനെ ക്രോഡീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതിൻ്റെ കോപ്പി അയച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പരീക്ഷയ്ക്ക് ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഖുർആനിൻ്റെ മറ്റു പേരുകൾ: ഫുർഖാൻ, ദിക്ർ, തൻസീൽ, മുസ്ഹഫ്, കിതാബ്. അതേപോലെ ജമഅൽ ഖുർആൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇതാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ KM കോട്ടക്കൽ എന്നുള്ള പേജിൽ ധാരാളം വീഡിയോസ് നാം ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് സന്ദർശിക്കുക. കൂടെ +1 അറബിയിൽ ഇതുവരെയുള്ള എല്ലാ ചോദ്യപേപ്പറിലുമുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഉറപ്പാണ്, 100% ഉറപ്പാണ്, ഈ എക്സാമിനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവും. ചിലപ്പോൾ ആദ്യത്തെ ഖലീഫ ആരാണ് എന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ആയിഷ ബീവിയുടെ പിതാവ് ആരാണ് എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് 2-3 സെൻറ്റൻസുകൾ ഇപ്പം തന്നെ പഠിച്ചു വെക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹുവ അവ്വലുൽ ഖുലഫാഇർ റാഷിദീൻ, ആദ്യത്തെ ഖലീഫയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. പഠിച്ചില്ലേ? അവ്വലു ഖുലഫാഇർ റാഷിദീൻ. ഹുവ അഹദുൽ അശറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. വ വാലിദു ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് കൂടിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. വക്കാന അവ്വലു മൻ ആമന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ റിജാൽ, പുരുഷന്മാരെന്ന് ആദ്യം വിശ്വസിച്ച വ്യക്തി കൂടിയാണ്, പുരുഷൻ കൂടിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. വക്കാന സദീഖൻ ഹമീമൻ ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ കൂട്ടുകാരനായിരുന്നു. ഹമീം എന്ന് പറഞ്ഞാൽ ഉറ്റ. ഓക്കെ, ബിലോവഡ് എന്നൊക്കെ പറയില്ലേ. വസാഹബ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹിജ്റത്തിൽ മദീന, മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ നബിയോട് കൂടെ ഉണ്ടായിരുന്നതും ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. തവല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൽ ഖിലാഫ ബഅദ വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ വഫാത്തിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തത്, ഭരണം ഏറ്റെടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഓക്കെ, വഖദ്ദമ ഹയാത്തുഹു ഫീ സബീലില്ലാഹി വ ഖിദ്മത്തിന്നാസ്, അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിലും ജനങ്ങളെ സേവിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിച്ചു. ഇതിൽ ആദ്യത്തെ ഒരു 2-3 സെൻറ്റൻസ് നിർബന്ധമായിട്ട് കാണാതെ പഠിക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പാണ്, ഒരു സംശയവുമില്ലേ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.
പബ്ലിക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈജാബിയ സൽബിയ. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈജാബിയ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, സലബിയ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ആ സലബിയ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചു വെക്കുക. അത് 2 ഉണ്ടാവുള്ളൂ ഇതിൽ. ബാക്കിയുള്ളതൊക്കെ പോസിറ്റീവാക്കി എഴുതാം. അപ്പോൾ 2 ആദ്യത്തെ ഒറ്റ പദം മാത്രം എഴുതുക. റമ്യുൽ ഫദലാത്തി വന്നുഫായാത്തി ഫിൽ അൻഹാർ ഉൽബിർക്ക്. കുളങ്ങളിലും കിണറുകളിലും വേസ്റ്റ് ഇടുക അല്ലേ. വേസ്റ്റ് എറിയുക എന്നുള്ളത്, വേസ്റ്റിൻ്റെ അവശിഷ്ടങ്ങൾ എറിയുക എന്നുള്ളത് ഒരു നെഗറ്റീവ് അല്ലേ, സലബിയയാണ്. അപ്പോൾ റമ്യു എറിയുക എന്നുള്ള ആ പദം മാത്രം പഠിച്ചു വെക്കുക. റമ്യു എന്ന് കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് സലബിയ ആയിരിക്കും. ഇനി പ്ലാസ്റ്റിക്കിയ എന്നുള്ള പദം പഠിച്ചു വെക്കുക. ഇസ്തിമാലുൽ മുൻതജാത്തിൽ പ്ലാസ്റ്റിക്കിയ ബിലിയത്തിന. ശ്രദ്ധ കൂടാതെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം. അപ്പം എന്താ ഇതിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലേ, സലബിയ അല്ലേ. അത് മാത്രം പഠിച്ചു വെക്കുക. ബാക്കിയൊക്കെ പോസിറ്റീവ്. ഓക്കെ, ബാക്കിയൊക്കെ ഈജാബിയ. ഏതൊക്കെ പിന്നെ ഈജാബിയ വരിക? ബാക്കി എത്രണ്ണം വരും? 4 വരും. ഇവിടെ 2 മാത്രം റമ്യു, അതേപോലെ പ്ലാസ്റ്റിക്കിയ. ഇനി ഇങ്ങനെ പഠിച്ചാൽ മതി, അറബിക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി, അല്ലാതെ എല്ലാം കൂടി കാണാതെ പഠിക്കരുത്. നമുക്ക് നോക്കാം മാർക്കല്ല കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഫസ്റ്റ് പാർട്ട് ഇത്ര മതി. നിങ്ങൾ വേഗം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. താങ്ക് യു സോ മച്ച്.